പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് ഒരു ആത്മീയ അനുഭവം ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഞാൻ മാനസികമായിട്ട് വളരെയധികം തകർന്നിരിക്കുകയായിരുന്നു. അതായത് എനിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. എൻ്റെ മനസ്സിൽ യാതൊരു ശക്തിയും ഞാൻ ഹെൽപ്ലെസ് ആയിരുന്നു, ഭയങ്കര ഹെൽപ്ലെസ് ആയിരുന്നു. എനിക്ക് ഒന്നിനും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, സിറ്റുവേഷനുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങോട്ടെങ്കിലും ഓടിപ്പോണമെന്ന് തോന്നുമായിരുന്നു. അല്ലെങ്കിൽ അത് ഇപ്പം 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 അങ്ങോട്ട് ഇല്ലാണ്ടായി പോയിരുന്നു, നല്ലതായിരുന്നു എന്ന് തോന്നിയിരുന്നൊക്കെ മനസ്സുകൊണ്ട് ഞാൻ വല്ലാതെ തളർന്നിരുന്ന ഒരു സമയത്താണ് ഞാൻ റിട്രീറ്റ് സെൻറ്ററിലേക്ക് പോകുന്നത്. സോ അവിടെ വെച്ചിട്ട് ഞാൻ ഹെൽപ്ലെസ് ആയിട്ട് എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലെ അറിയാതെ ഒരു നിർജീവമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഉള്ളിൽ നിന്നും ആ ഒരു ഹെൽപ്ലെസ് ആയ മൊമെൻറ്റിലാണ് എൻ്റെ ഉള്ളിൽ നിന്നും നീ എനിക്ക് വിലയുള്ളവളാണ്, യു ആർ പ്രഷ്യസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വരം, ആരോ എന്നോട് സംസാരിക്കുന്ന പോലെ ഒരു സ്വരം ഞാൻ കേട്ടത്. ഇതെൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ്, എനിക്കിതിൽ കള്ളം പറയേണ്ട കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പുറകിലുള്ള കാരണം മൈൻഡ് എന്നതിനും അപ്പുറത്തേക്ക് ഒരു മനുഷ്യനിൽ സോള് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്ന് പറയാനാണ്. ഈ സോളിനെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രസൻസ് എന്നാണ്. സോ ഇപ്പോൾ സൈക്കോളജിസ്റ്റുകൾ പറയുക, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്റെ മൈൻഡ് തന്നെയാണ് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്നാണ് പറയാം. അതായത് മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഡൗൺ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ മൈൻഡ് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് ഇപ്പോൾ ഈ കേട്ട സ്വരം എന്ന് വേണമെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ ഈ ഒരു സിറ്റുവേഷനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ സൈക്കോളജി കുറിച്ച് പഠിച്ചതുകൊണ്ട് എനിക്കറിയാം. കാരണം അവർ സ്പിരിച്വൽ സൈഡുകൾ അവരല്ല, അവർ ശാസ്ത്രജ്ഞന്മാരാണ്, അല്ലെങ്കിൽ അവർ സയൻസ് പഠിക്കുന്നവരാണ്. പക്ഷേ അപ്പം എൻ്റെ അനുഭവം ഇതാണ്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റിയിൽ ഇരിക്കുകയാണ്. എനിക്ക് എന്നിൽ തന്നെ യാതൊരു പവറും ഇല്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് തന്നെ എനിക്ക് ഇങ്ങനൊരു, അതും ഞാൻ ഒട്ടും ചിന്തിക്കാത്ത ഒരു കാര്യം, ഞാൻ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ല, എന്നെ വെല്ലുവിളവളാണ് എന്നുള്ള പോയിന്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എൻ്റെ മൈൻഡിലില്ല. അപ്പോൾ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളത് ഇറ്റ്സ് സംതിങ് ഫ്രം ഔട്ട്സൈഡ്, അത് പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ മറ്റെവിടെ നിന്നോ വന്നൊരു സഹായമാണ്, അത് എൻ്റെ മൈൻഡിൻ്റെ സഹായമല്ല. ഇവിടെയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനസ്സ് എന്നതിനും അപ്പുറത്തേക്ക് സോൾ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സീരീസിനെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പോവാണ്, ഇതിനെ സ്പിരിച്വാലിറ്റി പ്ലസ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ളതുമായിട്ട് കണക്ട് ചെയ്യുന്നത്. കാരണം ഈ മൈൻഡ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് അല്ല, ഈ മൈൻഡിനും അപ്പുറത്തേക്ക് സോൾ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. സോ മൈൻഡ് ആണ് അൾട്ടിമേറ്റ് എങ്കിൽ മെൻ്റലി തളർന്നു പോയ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ ഒരു ഹോപ്പ് ഉണ്ടാവില്ല. അവൻ അതിൻ്റെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ്, നിങ്ങളുടെ മൈൻഡിൽ പലതരം പ്രവർത്തനങ്ങൾ നടന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ അവൻ്റെ ഉള്ളിൽ അവൻ എന്തുമാത്രം മാനസികമായി ഡൗൺ ആയി പോയാലും അവൻ്റെ ഉള്ളിൽ അവൻ ജനിക്കുന്നതിന് മുൻപേ ഉള്ള ഒരു ദൈവ സാന്നിധ്യം ഉണ്ട്. നിങ്ങൾക്കൊക്കെ ഒരു സോളുണ്ട്, ആ സോളിനൊരു പവർ ഉണ്ട്. അത് ഒരിക്കലും കെട്ടുപോയിട്ടില്ല, അത് കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസൻസിന് നമ്മൾ വില കൊടുക്കാത്തത് കൊണ്ടും ചിലപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ സോൾ എപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മാനസികമായിട്ട് അങ്ങേ അറ്റത്തെ ലെവലിൽ പോയി കിടക്കുകയാണെന്ന് വിചാരിച്ചാലും ദർ ഈസ് സംതിങ് ഇൻസൈഡ് യു വിച്ച് ക്യാൻ ഹെൽപ്പ് യു. അങ്ങറ്റത്തെ ലോ മൊമെൻറ്റുകളിലൂടെ നിങ്ങൾ കടന്നു പോയാലും നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ ഒരു പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ നമുക്ക് ദൈവം എന്ന് വിളിക്കാം, സോൾ എന്ന് വിളിക്കാം, ഒരു ഇന്നർ പവർ എന്ന് വിളിക്കാം. ദൈവത്തെ വിശ്വസിക്കാത്തവർ ഈ ചാനൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ എന്നൊക്കെ ചിലർ വിശ്വസിക്കും. അതായത് ഈ വിശ്വാസമില്ലാത്ത മനുഷ്യർ യൂണിവേഴ്സ് എന്ന് അഡ്രസ്സ് ചെയ്യാറുണ്ട്. വിശ്വാസമില്ലാത്തവർ പോലും ഇങ്ങനെ ഒരു എനർജിയിൽ വിശ്വസിക്കുന്നുണ്ട് ചിലരെങ്കിലും. അപ്പോൾ ദർ ഈസ് സംതിങ്, നിങ്ങളെ സഹായിക്കാൻ പ്രാപ്തമായ എന്തോ ഒന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇനി മൈൻഡ് എന്ന് പറയുന്നത് ഒരു ചില്ല് മാത്രമല്ല. അതായത് എന്തെങ്കിലും ഒന്നുണ്ടാകുമ്പോൾ നമുക്ക് തോന്നുവാണ്, ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യം, നമുക്ക് തോന്നുന്നു എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, എന്നെക്കൊണ്ട് വയ്യ, എന്നെക്കൊണ്ട് ഇത് പറ്റണില്ല, ഞാനിപ്പോൾ ബ്രേക്ക് ഡൗൺ ആവും, ഞാനിപ്പം മെൻ്റലി തകർന്നു പോകും, ഞാൻ ഇപ്പം ഡിപ്രഷനിലേക്ക് പോകും. അങ്ങനത്തെ ഒരു സംഗതിയല്ല ഈ മൈൻഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോൾ ഒരു ചെറിയ തിരമാല വന്നിട്ട് അടിക്കാനാണ് പോകുന്നതെന്ന് മൈൻഡിൻ്റെ ഒരു സിറ്റുവേഷന് മനസ്സിലാവുകയാണെങ്കിൽ മൈൻഡ് വളരെ സോഫ്റ്റായ ഒരു സംഗതിയാണ്. ആ തിരമാല വന്ന് അടിക്കുന്നു, അത് പോകുന്നു. പക്ഷെ ശക്തമായൊരു തിരമാലയാണ് വരുന്നതെങ്കിൽ നമ്മുടെ മൈൻഡിനൊരു കപ്പാസിറ്റി ഉണ്ട്. അതൊരു മണൽത്തിട്ടയായിട്ടല്ല, പിന്നെ ഒരു കരിങ്കല്ല് പോലെ ഉള്ള ഒരു കട്ടിയുള്ള, അതൊരു ബലമുള്ള ഒരു സംഭവമായിട്ട് മാറാൻ നമ്മുടെ മൈൻഡിന് കഴിവുണ്ട്. അതായത് സരളമായ ഹൃദയം മാത്രമല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡും നമുക്കുണ്ട്. സോ നിങ്ങൾ നേരിടുന്ന പ്രോബ്ലംസ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റീനെ, അല്ലെങ്കിൽ ഈ മൈൻഡ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ അനുപാതമായിട്ട് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നത് ചെറിയ പ്രോബ്ലമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അത്രയും പവറേ നിങ്ങളുടെ മൈൻഡ് എടുക്കുന്നുള്ളൂ. നിങ്ങൾ വലിയ പ്രോബ്ലത്തെ ഫേസ് ചെയ്യുമ്പം അതിൻ്റെ ഇരട്ടി പവർ എടുത്ത് ഈ മൈൻഡ് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, മൈൻഡ് ഇതിനെ
എതിർത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളെ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി എതിർത്ത് നിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് അൾട്ടിമേറ്റ്ലി മുന്നോട്ട് പോയാലേ പറ്റും. അപ്പം നിങ്ങളൊരു ചെറിയ പ്രശ്നത്തെ നേരിടുമ്പോൾ നിങ്ങൾക്ക് അത്ര സ്ട്രെങ്ത് മതി. ഇപ്പോൾ ഒരു ചെറിയ ഒരു കടലാസിനെ എടുത്ത് മാറ്റാൻ നിങ്ങൾക്ക് അത്ര ഇത് മതി. പക്ഷെ നിങ്ങളൊരു വലിയ മരത്തിൻ്റെ ഒരു സംഗതി നിങ്ങളുടെ നേരെ വരുമ്പോൾ നിങ്ങൾ അത്രയും പുഷ് ചെയ്യണം അല്ലേ? അപ്പം അത്രയും പവർ ഉപയോഗിക്കണം. ഒരു ഇരുമ്പിൻ്റെ ഒരു സാധനം നിങ്ങൾക്ക് നേരെ വരണമെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ പവർ എടുക്കണം. ഈ പവർ കൂടിയും കുറഞ്ഞും മൈൻഡിൻ്റെ നിൽക്കും. മൈൻഡിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ അതാണ് നമ്മുടെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ്. ഗോഡ് എന്ന ഒരു ബിലീഫ് അത് നിങ്ങൾക്ക് ഒരുപാട് മെൻ്റൽ സ്ട്രെങ്ത് തരും. അത് നിങ്ങൾ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാണ് മനുഷ്യന്മാർ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. അവർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, അവർക്ക് എന്നെ പറ്റിക്കാൻ പറ്റുന്നുണ്ട്. പലതരത്തിലുള്ള പ്രോബ്ലംസിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട് എങ്കിലും എനിക്ക് മനസ്സിലാകുന്നില്ല, എൻ്റെ മൈൻഡ് അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ പറയുന്നത്. അതായത് ഇപ്പം ഭയങ്കര ഇൻ്റലിജൻ്റ് ആയ മനുഷ്യരുണ്ട് എൻ്റെ ഉണ്ടായ കാര്യം പറയുന്നത്. അപ്പം ഇവർ എന്നോട് എന്താ പറയുന്നതെന്നുള്ളത് പോലും എനിക്ക് മനസ്സിലാവാൻ 2 ദിവസം എടുക്കുകയാണ്. എനിക്ക് അത്രയും കണ്ണിങ് ആയിട്ട് ചിന്തിക്കാൻ പറ്റണില്ല. പക്ഷെ എനിക്കൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇവരെന്നെ പറ്റിക്കുകയാണെന്ന് എന്നെ അറിയാവുന്ന ഒരു ദൈവത്തിന് മനസ്സിലാവുകയാണ്. ആ ദൈവം എന്നെ സപ്പോർട്ട് ചെയ്യാണ്. ആ ദൈവം എന്നെ ഈ സിംഹത്തിൻ്റെ കൂട്ടിലാണ് ഞാൻ, പക്ഷേ ഈ സിംഹം എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ദാനിയേലിനെ സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരം മാജിക് സ്പിരിച്വാലിറ്റിയും സൈക്കോളജിക്കൽ സ്ട്രഗിളുകളും ഒന്നിച്ച് നടക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ കുറേ നാൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു. അതായത് എന്നോട് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്നെ ഒന്നിനും കൊള്ളൂല, നീ എപ്പോഴും തെറ്റ് മാത്രമാണ് ചെയ്യുന്നത്, നിനക്ക് ഒന്നും എല്ലാം നീ തെറ്റ ചെയ്യുന്നെങ്കിൽ ലോകവിവരമില്ല, നിനക്ക് കഴിയില്ല, നിനക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ വളരെ ചിലരുടെ മനസ്സ് കഠിനമാണ്, അവർക്ക് അപ്പം തന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനൊരു സെൻസിറ്റീവ് പേഴ്സൺ ആണ്, ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്, ഞാൻ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. എനിക്ക് അവർ പറയുന്നത് ഞാൻ അങ്ങനെയാണല്ലേ എന്നാൽ പിന്നെ അങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, അതെല്ലാം എൻ്റെ ഉള്ളിലോട്ട് എടുക്കുക. അതെനിക്ക് ഇപ്പോഴും ആ പ്രശ്നമുണ്ട്, ഞാനിതെല്ലാം ഉള്ളിലോട്ട് എടുക്കും. അതുകൊണ്ട് ഞാൻ ഒരുപാട് മനുഷ്യരായിട്ട് ഇടപെടാറില്ല. കാരണം എനിക്കറിയാം ഇതൊക്കെ എന്നെ എഫക്റ്റ് ചെയ്യുന്നത്. അതെൻ്റെ ഒരു പേഴ്സണാലിറ്റി ട്രയറ്റാണ്. അപ്പോൾ ഇത് അപ് ടു ദ പേഴ്സണാണ്. എനിക്ക് എൻ്റെ സഹോദരി ഉണ്ട്, അവൾ ആരെന്ത് പറഞ്ഞാലും അവളത് ബാധിക്കാറില്ല. കാരണം അവൾ അതൊന്നും വിലവയ്ക്കാതെ നടക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാളും അങ്ങനത്തെ പേഴ്സണാലിറ്റിയും ഉള്ളവരുണ്ട്. പക്ഷെ നിങ്ങൾ സെൻസിറ്റീവ് ആയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നാൽ നിങ്ങളുടെ മൈൻഡ് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. നിങ്ങൾ ഭയങ്കര എംപതി ഉള്ള ആളായിരിക്കും. നിങ്ങൾക്ക് മറ്റുള്ളവരോട് നിങ്ങളെ മറന്ന് നിങ്ങൾ മറ്റുള്ളവർ, അതൊക്കെ യേശുവും ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. നമ്മളെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളായിരിക്കും. അപ്പം ഇങ്ങനെ പലതരത്തിൽ നമ്മളിങ്ങനെ തുറന്ന് കിടക്കുക, വന്ന് എന്നെ ആക്രമിച്ചോ എന്നുള്ള തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് നമ്മൾ. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നു, എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. സോ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതുപോലെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ഒരു അബ്യൂസ് കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസ് ആയിരിക്കാം, മെൻ്റൽ അബ്യൂസ് ആയിരിക്കാം, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, നിങ്ങൾ കൊള്ളൂല എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ വിശ്വസിപ്പിച്ച് നിങ്ങളുടെ മനസ്സിനെ അടിച്ചമർത്തി നിങ്ങളൊരു അടിമയാക്കി വെക്കുന്നു. പിന്നെ ആ വ്യക്തിയുടെ കൺട്രോളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇതെല്ലാം മെൻ്റൽ ഗെയിമുകളുണ്ട്. ഇത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കണമെന്നില്ല, പക്ഷെ അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ളവരാണ് NPD ഉള്ളവരൊക്കെ. നിങ്ങളൊരു സ്ലേവായിട്ട് യൂസ് ചെയ്യുന്നവർ, നിങ്ങളെ വളരാൻ അനുവദിക്കാത്തവർ, നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കാത്തവർ, അങ്ങനെ പലതരത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തി നിങ്ങളുടെ നിയന്ത്രണം കൈപിടിക്കാൻ ശ്രമിക്കുന്നവർ, പല തരത്തിലെ അബ്യൂസ് നിങ്ങളെ ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ഗോഡ് എന്ന ഒരു എക്സ്പീരിയൻസിന് ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വലിയ ഒരു ശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അതിനു വേണ്ടിയാണ് കർത്താവായ ദൈവം നമുക്ക് 1-ാം പ്രമാണം തന്നിട്ടുള്ളത്. എല്ലാത്തിനും ഉപരി നീ എന്നെ സ്നേഹിക്കണം. ഇതാണ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവകൽപ്പന. ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെയാണ് ഞാനെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്ന് എനിക്ക് ഡിപ്രഷനായി, എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വാതിലടച്ച് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു, ഇരുന്നിടത്ത് തന്നെ ഇരിക്കുന്നു, കുളിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, എല്ലും തോലും ആയി തുടങ്ങി, സെൽഫ് കെയർ ഇല്ല, ഒരു കസാരയിൽ നിന്ന് എണീക്കാൻ പോലുമുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ കരുണയാണ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിന് ശേഷം എൻ്റെ മനസ്സിൽ ആരോ പറയുവാണ്, നിന്നെ ഞാൻ അറിഞ്ഞാൽ മതി, എനിക്ക് നിന്നെ അറിയാം, നീ എന്നിലേക്ക് നോക്ക്. നമ്മുടെ നോട്ടം പിന്നെ മനുഷ്യന്മാരിലോട് വിട്ടിട്ട് നമ്മൾ ദൈവത്തിലേക്ക് നോക്കുക. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത്, ദൈവത്തിന് എന്താ നമ്മുടെ അവസ്ഥ. അപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നു, ഞാൻ തെറ്റ് ചെയ്തു എന്ന് മറ്റൊരാൾ പറയുന്നു. അപ്പം ഞാൻ ശരിക്കും അപ്പം ഞാൻ അവരെ ദൈവമായിട്ട് വെച്ചാൽ ഞാൻ എന്താ പറയുക, ശരി, ഇപ്പോൾ അവർ പറയണതായിരിക്കും ശരി, അല്ലെങ്കിൽ ഞാനത് വിഷമിക്കുക. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ എനിക്കൊരു പേഴ്സണൽ ലൈഫ്, പ്രയർ ലൈഫ് ഉണ്ടാകുന്നു, എനിക്കൊരു പേഴ്സണൽ ബന്ധം ദൈവമായിട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവമേ ഞാൻ എന്താ ഉദ്ദേശത്തോടെ ഇത് ചെയ്തതെന്ന് നിനക്കറിയാലോ,
ഞാൻ എന്താണെന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾ എല്ലാ തരത്തിലുള്ള മെന്റൽ സ്ട്രഗിളുകൾക്കും മുകളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ഇനി സപ്പോസ് ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തി, ജീവിതകാലം മുഴുവനും എന്നെ കുറ്റപ്പെടുത്തി, അങ്ങനെ എൻ്റെ കാലിൽ ചങ്ങലയിട്ട് എന്നെ നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുണ്ടാവും. വർഷങ്ങളോളം ഒരേ തെറ്റിന് തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യരുണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും കർത്താവ് എന്നോട് എന്താ പറയുന്നത്? ഒന്നാം പ്രമാണം പാലിക്കുക. ഒന്നാം പ്രമാണം, എല്ലാറ്റിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്ന കൽപ്പന, അതാണ് എന്നെ രക്ഷിക്കുന്നത്. കാരണം കർത്താവ്, എനിക്ക് തെറ്റുപറ്റി, ഇല്ലയെന്ന് ഞാൻ പറയണില്ല, എനിക്ക് തെറ്റുപറ്റി, പക്ഷെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ആവർത്തിക്കില്ല, എനിക്ക് എന്തുകൊണ്ട് തെറ്റുപറ്റി. എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എളിമപ്പെടുന്നുണ്ട്, അവിടെ ഞാൻ ഏറ്റുപറയുന്നുണ്ട്, അവിടെ നിന്ന് എനിക്കൊരു ആശ്വാസം കിട്ടണം. ഇത് മെൻ്റൽ സൈക്കോളജിക്കലി നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഇല്ലേ? അപ്പം നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടുകയാണ്. കൺഫെഷൻ എന്നൊക്കെ പറയുന്നത് ദൈവത്തിന് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കൂതാശിയാണ്. ദൈവത്തിന് നീ ഏറ്റുപറയണം എന്നുള്ളതിനേക്കാളും നിനക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കൂതാശിയാണ് കൺഫെഷൻ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പൊരുൾ ഇതാണ്: നിങ്ങൾ ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലൂടെ നിങ്ങൾ വ്യക്തിപരമായി കടന്നുപോയാലും, നിങ്ങളെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന, അബ്യൂസ് ചെയ്യുന്ന, മെൻ്റൽ സ്ട്രഗിളുകളെ ക്രിയേറ്റ് ചെയ്ത് തരുന്ന മനുഷ്യന്മാരുടെ നടുക്ക് നിങ്ങൾ ജീവിച്ചാലും ദൈവം നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതും, ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കടന്നു പോയാലും, സിംഹക്കുഴിയിലാണ് നിങ്ങളെങ്കിലും അഗ്നി നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എങ്കിലും, ആ 3 യുവാക്കന്മാരെ രക്ഷിച്ചതുപോലെയും ദാനിയേലിനെ രക്ഷിച്ചതുപോലെയും നിങ്ങളെ ഈ മെൻ്റലി അബ്യൂസ് ചെയ്യുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ നിന്നും മെൻ്റൽ സ്ട്രഗിളുകളുടെ നടുവിലൂടെ ചെങ്കടൽ പോലെ വിഭജിച്ച് നിങ്ങളെ കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ് ദൈവം. എന്നെ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി എന്താണെന്ന് അറിയാം? സാധാരണഗതിയിൽ നിങ്ങളൊരു എലിഫൻറ്റിൻ്റെ തിയറിയൊക്കെ ഉണ്ട്. എലിഫൻറ്റിനെ കുറേ നാൾ ചങ്ങലയിൽ കെട്ടിവെക്കുകയാണെങ്കിൽ അത് പിന്നെ അത് പൊട്ടിക്കാൻ ശ്രമിക്കത്തില്ല. കാരണം അതൊട്ടും പൊട്ടിക്കാൻ പറ്റില്ല എന്ന് എലിഫൻ്റ് അങ്ങ് വിശ്വസിക്കാൻ തുടങ്ങും. അത് സൈക്കോളജിക്കലി അതൊരു ട്രോമ ആയതുകൊണ്ടാണ്. ഇതുപോലെ മനുഷ്യന്മാർ നിങ്ങളെ എന്തുമാത്രം മാനിപ്പുലേറ്റ് ചെയ്യാനും, നിങ്ങളെ അടിച്ചമർത്താനും, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് തകർക്കാനും, നിങ്ങൾ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി മനുഷ്യൻ അവൻ്റെ മാക്സിമത്തിൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിലൂടെ പിശാച് നമ്മളെ ആക്രമിക്കുമ്പോഴെല്ലാം ഇതിൻ്റെ എല്ലാം നടുവിലൂടെ നിങ്ങൾ ദൈവത്തിലേക്ക് മാത്രം നോക്കിയാൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവിന് പറ്റുക. ഇതൊക്കെ എൻ്റെ ലൈഫിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ എൻ്റെ ഗ്രോത്ത് അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നു. കാരണം എൻ്റെ വിശ്വാസം എന്നെ അതിനെ സഹായിക്കുന്നു. എനിക്ക് വ്യക്തിപരമായ ഉയർച്ച ഉണ്ടാകുന്നു. എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുകൾ സംഭവിക്കുന്നു. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസിൽ നിങ്ങൾ മറ്റുള്ള പലതരം, ഇപ്പം മറ്റുള്ളവർ മാത്രമല്ല, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ഒരു കാര്യം പറഞ്ഞു, പലതരത്തിൽ നിങ്ങൾക്ക് മെൻ്റൽ സ്ട്രഗിളുകൾ ഉണ്ടാകുന്നുണ്ട്. ജന്മന ഉണ്ടായിട്ടുള്ളതുണ്ടാകാം, അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാകും. എങ്ങനെ നിങ്ങളെ ഒരു മെൻ്റൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ചങ്ങലയായിട്ട് നിങ്ങളുടെ കാലിൽ കെട്ടിയാലും ആ ചങ്ങല അവിടെ ഒരു ജസ്റ്റ് ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ചങ്ങലയായിട്ട് മാറിയിട്ട് ഒന്നാം പ്രമാണം പാലിച്ച് കർത്താവിലേക്ക് മാത്രം നോക്കി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നിന്നെ കാണാം. ദൈവം നിന്നെ കുറിച്ച് എന്താ പറയുന്നത്, ദൈവം എന്താ ഇപ്പം എന്നെ നിന്ന് ആവശ്യപ്പെടുന്നത്, എന്താ ഇത്, മറ്റുള്ളതൊക്കെ ഒരു പിന്നെ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാത്തൊരു ജീവിതത്തിലേക്കും ദൈവത്തെ കാര്യമായിട്ട് എടുക്കുന്ന ഒരു ജീവിതത്തിലേക്കും നമ്മൾ വരുമ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. ഈ 8 വർഷത്തിനിടയ്ക്ക് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, പക്ഷെ ഞാൻ മാറിയിട്ടുണ്ട്. ഈ 8 വർഷത്തിനിടയ്ക്ക് എനിക്ക് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഓരോ വർഷവും കർത്താവ് എന്നെ ഓരോ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എന്നെ വേറെ ഒരു കാര്യം പഠിപ്പിച്ചെങ്കിൽ അടുത്ത വർഷം എൻ്റെ ഗ്രോത്തിൽ, എൻ്റെ സ്പിരിച്വൽ ലൈഫിലേക്ക് എനിക്ക് ദൈവം ഓരോ പ്രാവശ്യം തന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ മിത്ത്. ദൈവം വെറുതെ അവിടെ ഇരുന്ന് നമ്മളെ എങ്ങനെയാണെന്നറിയോ വിചാരിക്കുന്നത്? ദൈവം അവിടെ ഭയങ്കര ബിസിയാണ്, നമ്മളെ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ തന്നെ പ്രശ്നമല്ല. ദൈവം കർമ്മനിരതനാണ്. നിന്റെ പേഴ്സണൽ ലൈഫിൽ ദൈവം ഇങ്ങനെ ടൈം ടേബിൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം ഇന്നതുപോലെ അവളുടെ ലൈഫ്, അടുത്ത വർഷം അവൾ ഇന്ന ഗ്രോത്തിലേക്ക് വളരണം, അടുത്ത വർഷം അവൾ പർപ്പസിൽ എത്തണം, ഇത് കംപ്ലീറ്റ് ചെയ്യണം, അവളിലൂടെ ഇത്ര ആത്മാക്കളെ നേടണം. ഇങ്ങനെയൊക്കെ കർത്താവ് കൃത്യമായിട്ട് പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടാണ് നമ്മളെയൊക്കെ ദൈവം വിളിച്ചിട്ടുള്ളത്. കടൽ പോലെയാണ് നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നത്, പക്ഷെ ചെങ്കടൽ വിഭജിച്ചവന് അതെല്ലാം സാധിക്കും. നിങ്ങൾക്ക് ചുറ്റും വലിയ മതിൽ പോലെ പലതിനും ഉയർന്നു നിൽക്കുന്ന മനുഷ്യന്മാരുണ്ടായിരിക്കും. നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങളുടെ വിജയങ്ങളെ തടഞ്ഞ് നിങ്ങളെ വ്യക്തിപരമായി തകർക്കുന്ന മനുഷ്യന്മാരുടെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. അനുഭവങ്ങളുടെ അനുഭവം ഉണ്ടായിരിക്കും, അതായത് എക്സ്പീരിയൻസുകൾ നിങ്ങൾ അങ്ങനെ മതിൽ പോലെ ഉയർന്നു നിൽക്കാം. ജെറീക്കോ കോട്ട വിഭജിച്ച കർത്താവാണ് നമുക്കുള്ളത്. ഇനി തിരിച്ചുള്ള അനുഭവമാണ്. നമ്മുടെ ഓൺ പീപ്പിൾ തന്നെയാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ സ്വന്തം ആൾക്കാർ നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും, നമുക്ക് മെൻ്റലി അത് നമ്മളെ ഭയങ്കര എഫക്റ്റ് ചെയ്യും. അപ്പം അത് തിരിച്ചുള്ള അനുഭവമാണ്. പക്ഷെ കർത്താവ് നമ്മളെ അവിടെ നിന്നും രക്ഷിക്കാൻ പ്രാപ്തനാണ്. ഇനി ദാനിയേലിനെ ഓർക്കുക. ആ സിംഹം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ജയിക്കാൻ പറ്റില്ല. വിശന്ന് വലഞ്ഞിരിക്കുന്ന സിംഹമായിരിക്കും, നമുക്കൊരിക്കലും ജയിക്കാൻ പറ്റില്ല. ദാനിയേലിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ടല്ല അവിടെ ജയിക്കുന്നത്, ഒരു വിശ്വാസം കൊണ്ടാണ്, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്.
അതുപോലെ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ച ദൈവവും നിങ്ങളുടെ മെന്റൽ സ്ട്രഗിളുകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ പ്രാപ്തനാണ്, ശക്തനാണ് എന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് മുറിച്ചു കടക്കാൻ കഴിയുന്നതാണ് ഈ മാനസിക ആരോഗ്യ പ്രശ്നം, മെന്റൽ സ്ട്രഗിളുകളുടെ ഈ ഒരു ജേണി എന്ന് ഉറപ്പിക്കുക. അതിന് നിങ്ങൾ ഇന്നു മുതൽ വചനവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരിക. തീർച്ചയായിട്ടും ദൈവത്തിന് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.